കരുണ തിരികെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ണന് കൊടുക്കണം. കണ്ണന്റെ രഹസ്യ നീക്കങ്ങൾക്ക് അനുകൂല വഴിത്തിരിവ്. ഇനി കണ്ണന്റെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാൻ. നമുക്ക് അവളെ ചുട്ടുകളയോടാ. ഹലോ ഹായ്. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ മഞ്ജുവിന്റെ അടുത്ത് വന്ന് നമ്മുടെ ഉണ്ണി നൈസായിട്ട് സോപ്പ് ഇടുവാട്ടോ നമ്മുടെ മഞ്ജുവിനെയും കൂടെ ഇവരുടെ വശത്തേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നീ അറിഞ്ഞില്ലേടി നിന്റെ ഏട്ടത്തിയുടെ ഗുണവികാരങ്ങള്, അവരങ്ങനെയായി ഇങ്ങനെയായി, ഇനി കണ്ണേട്ടൻ ആരുമില്ല, ഇനി എനിക്കും കരുണയ്ക്കും വരുന്ന ഒരു കുഞ്ഞിനെ കണ്ണേട്ടന് കൊടുക്കണം. കരുണ ഇപ്പൊ വീട്ടിലേക്ക് വന്നു, ഇപ്പൊ എല്ലാം നമ്മുടെ പഴയ പോലെ ആയി, നമ്മൾ ഇനി എല്ലാം പതുക്കെ പതുക്കെ ഓരോന്നും പിടിച്ചെടുക്കണം, നമ്മൾ പണ്ട് പ്ലാൻ ചെയ്ത പോലെ എല്ലാം ആകണം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ മഞ്ജു പ്രത്യേകിച്ചൊന്നും മറുപടി കൊടുക്കുന്നില്ല. മഞ്ജു എല്ലാത്തിനും ഇങ്ങനെ ചിരിച്ച് കൊടുത്ത് നിൽക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ മേഘനാഥനാണെങ്കിൽ പെങ്ങളെയും കൊണ്ട് വരുവാ നമ്മുടെ കമലേശ്വരത്തേക്ക്, പെങ്ങളെ കണ്ണനായിട്ട് മുട്ടിച്ച് നൈസായിട്ട് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് മേഘനാഥൻ കണ്ണന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മഹാലക്ഷ്മി നമുക്ക് ചുട്ടരിക്കണോടാ, അവൾ അത്രയ്ക്കും ക്രൂരതയല്ലേ നിന്നോട് ചെയ്തേ എന്നൊക്കെ പറയാണ്. അപ്പൊ കണ്ണനാണെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ ഇങ്ങനെ കലിയടക്കാനാവാതെ ഇങ്ങനെ നിൽക്കുവാട്ടോ. ലാസ്റ്റ് നമ്മുടെ മേഘനാഥന്റെ പെങ്ങള് നമ്മുടെ കണ്ണനെ ഒന്ന് വശീകരിക്കാൻ വേണ്ടി ജ്യൂസൊക്കെ ഇട്ട് കണ്ണന്റെ മുറിയിലേക്ക് വരുക. അപ്പൊ ഈ വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണന് എന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ദുർഗാമ്മയാണെങ്കിൽ ഈ പെങ്ങളെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, മോളെ നീ വേണം ഇനി കണ്ണന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നും പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായി തീരുമെന്ന് കണ്ടു തന്നെ അറിയാട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.